എല്ലാവർക്കും നമസ്കാരം. ദ പവർ ഓഫ് തോട്ട്സിലേക്ക് എല്ലാവരും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വളരെ അമൂല്യമായ അറിവുകളാണ്. കാരണം നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഈ ഒരു 60 മിനിറ്റിൻ്റെ അല്ലെ 1 മണിക്കൂറിൻ്റെ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ചിന്തകൾ മാറ്റിയാൽ നിങ്ങളുടെ ജീവിതം മാറുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടാൻ പറ്റാഞ്ഞത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചില്ല? ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു 60 മിനിറ്റ് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ബിനേഷ് രവീന്ദ്രൻ, ഫൗണ്ടർ ആത്മമന്ത്ര. ആത്മമന്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് പവർ, മനസ്സിന്റെ അപാരമായ ശക്തികളെ കുറിച്ച് ആളുകളിലേക്ക് ആ അവബോധം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മിഷൻ. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത് MM30 എന്ന് പറഞ്ഞാൽ 30 ദിവസത്തെ മൈൻഡ് പവർ പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. മൈൻഡ് പവർ ജിം എന്നാണ് ഞങ്ങൾ അതിനെ വിളിക്കുന്നത്. കാരണം വെച്ചാൽ പ്രാക്ടീസ് മാത്രം. നമ്മൾ ബോഡിക്ക് നമുക്ക് ജിമ്മുണ്ട്, പക്ഷെ മൈൻഡിന് ജിം എവിടെ? ആരാ നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്? നമ്മൾ പല പുസ്തകങ്ങളൊക്കെ വായിക്കും, ഒരുപാട് പുസ്തകം, സീക്രട്ട്, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, ആറ്റിറ്റ്യൂഡ് എവറിത്തിങ്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ഇങ്ങനെ 100 കണക്കിന് പുസ്തകങ്ങൾ എടുക്കുന്നുണ്ട്. പുസ്തകങ്ങൾ വായിക്കുന്നു, അറിവ് നേടുന്നു, യൂട്യൂബ് വീഡിയോസ് കാണുന്നു, ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്താ കാരണം? അതൊക്കെ നമ്മൾ ഇന്ന് ഈ ക്ലാസ് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും മാറ്റങ്ങൾ ഉണ്ടാവാത്തത്? അതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ആ തിരിച്ചറിവുകൾ ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ലഭിക്കും. സോ ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് വണ്ടർഫുൾ പ്രോഗ്രാം, ദി പവർ ഓഫ് തോട്ട്സ്. ഇപ്പം നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടൊരു വിഷയമാണ് നമ്മൾ പറയുന്നത്. വളരെ സിമ്പിളാണ്, ചിന്തകൾ അല്ലേ? എന്തപ്പോൾ ഇത്ര വലിയ, നമ്മളൊക്കെ ദിവസം ചെയ്യുന്ന ഒരു കാര്യമില്ല, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ചിന്തകൾ. അതിപ്പോൾ ഇത്ര വലിയൊരു കാര്യമാണോ? പക്ഷെ വേറൊരു സത്യം പറയാം, ഇത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ തന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതാണ് ഇതിൽ മനസ്സിലാക്കണം. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് അവസാനം കൊണ്ടുപോകേണ്ട ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങളുടെ ചിന്തകൾ മാറ്റിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും ഗോളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട് പലതും ജീവിതത്തിൽ. അത് വേണം, എനിക്ക് നല്ല ജീവിതം വേണം, ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, സാമ്പത്തിക സ്വാതന്ത്ര്യം. എന്താണ് ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം? പലരും ചോദിക്കും, ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ കയറി ഒരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ വില നോക്കാതെ നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയാം. നല്ല ആരോഗ്യം വേണം, എല്ലാവരുടെയും ആഗ്രഹമാണ്. നല്ല ബന്ധങ്ങളിൽ നല്ല സമാധാനം വേണം, അതും ആഗ്രഹമാണ്. നല്ല കോൺഫിഡൻസ് വേണം, പലർക്കും സ്റ്റേജിലൊക്കെ കയറി നല്ലോണം സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, നടക്കുന്നില്ല. ജീവിതത്തിൽ വലിയ മാറ്റം വേണം, ഇതൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നടക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് സാധിക്കാത്തത്? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എന്നിട്ട് എന്താ സാധിക്കാത്തത്? ഇപ്പൊ ഗോൾ ഇല്ലാത്തതുകൊണ്ടല്ല നടക്കാത്തത്, ഇതിനെപ്പറ്റി അറിവില്ലാഞ്ഞിട്ടും അല്ല നടക്കാത്തത്, ഇനി നിങ്ങൾക്ക് അതിന് അവസരം ഇല്ലാഞ്ഞിട്ടും അല്ല നടക്കാത്തത്. ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പലർക്കും ഇഷ്ടം പോലെ അവസരം കിട്ടും, എന്നിട്ട് എത്ര പേര് അത് എടുക്കാറുണ്ട്? അപ്പം ഇതിന്റെ ശരിയായ കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിലാണ് കിടക്കുന്നത്. ഈ പ്രശ്നം മുഴുവൻ നമ്മുടെ ഉള്ളിലാണ് കിടക്കുന്നത്. ഒരു ബ്ലോക്കാണ്, ബ്ലോക്കായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുക. നമ്മുടെ ചിന്തകൾ തന്നെ നമ്മൾക്ക് ബ്ലോക്ക് ചെയ്യാണ് നമ്മളെ. ഒരു ഇൻവിസിബിൾ ബ്ലോക്ക് എന്ന് വേണേൽ പറയാം. അപ്പോൾ ആ ബ്ലോക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, തെറ്റായ ചിന്തകൾ, പഴയ വിശ്വാസങ്ങൾ, പിന്നെ നമ്മുടെ ഉള്ളിലുള്ള പേടി, പിന്നെ സെൽഫ് ഡൗട്ട്, നമുക്ക് പിന്നെ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഇന്നർ വോയിസ്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളാണ്. ഇങ്ങനെയുള്ള ചെറിയ ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം ഇതിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കണേ? നമുക്കൊന്ന് നോക്കാം. ഈ ഒരു 60 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ പവർ ഓഫ് തോട്ട്സ് മാത്രമല്ല പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ്, നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് പാരയായിട്ട് നിൽക്കണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമായിട്ട് നിൽക്കുന്നത്, നിങ്ങൾക്കൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കത് കഴിയുമ്പോഴേക്കും മനസ്സിലാവും. ഇനി അടുത്തൊരു ചോദ്യം, നിങ്ങളെ ഏറ്റവും കൂടുതൽ തടയണ ചിന്ത എന്താണോ? ഇത് നിങ്ങൾ മറുപടി ടൈപ്പ് ചെയ്യുന്നു വേണ്ട, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒരു ഗോൾ, ലക്ഷ്യം നേടണം തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ചിന്ത എന്താണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിക്കുക. ഞാൻ അതിന് കുറച്ചെണ്ണം എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്നെ കൊണ്ട് പറ്റൂല, ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്ക് ഒന്നിനും സമയമൊന്നും ഉണ്ടാവില്ല, അതിനൊന്നും എനിക്ക് സമയമൊന്നുമില്ല, അതിനുള്ള കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല, പൈസയൊന്നും എനിക്ക് അങ്ങനെ വരുമൊന്നുമില്ല, ഞാൻ കുറേ പണിയെടുത്ത് മെനക്കെടുന്നു, എനിക്കും പണമൊന്നും ഉണ്ടാകുക, എത്ര വന്നാലും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ചിലർക്കുണ്ട്, എനിക്കൊക്കെ തുടങ്ങാൻ പറ്റും, മുഴിപ്പിക്കാൻ പറ്റില്ല, ഞാനൊക്കെ തുടങ്ങും, പക്ഷെ എനിക്കത് തുടരാൻ പറ്റാറില്ല. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നടക്കണം, നിങ്ങളുടെ
തോട്ട്സിൻ്റെ ഒരു പാറ്റേൺ ആണ്. ഈ പാറ്റേണിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുകയാണ് നിങ്ങൾ. ആ അത് ആ ആ ചക്രവ്യൂഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇങ്ങനെ നിങ്ങൾ ഈ ചിന്തയുടെ ഉള്ളിൽ കിടന്ന് ഒരു ചെറിയ ചിന്ത കയറിയാൽ മതി, പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് കളിക്കും. അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം, അത് എങ്ങനെ മാറ്റാമെന്നുള്ളതും പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കാം ആദ്യം തന്നെ. എന്താണ് ഈ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്ത എന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇന്റേണൽ കോൺവെർസേഷനാണ്. ഇന്റേണൽ കോൺവെർസേഷൻ. എന്താണ് ഈ ഇന്റേണൽ കോൺവെർസേഷൻ? എക്സ്റ്റേണൽ കോൺവെർസേഷൻ എന്താണ്? ഇന്റേണൽ കോൺവെർസേഷൻ എന്താണ്? നമ്മളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്റേണൽ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പുറത്തുള്ളവരോടൊന്നല്ല, നമ്മളോട് തന്നെയാണ്. ഓരോ ദിവസവും ഓരോ മിനിറ്റും നമ്മളോട് തന്നെ ഒരേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു, ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മളോട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി ഉറങ്ങുന്നത് വരെ ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ഉള്ളിൽ. ഈ ഇന്നർ കോൺവേഴ്സേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ ചിലപ്പോൾ പറയും ഇന്ന് നല്ലൊരു ദിവസമാണ്. ഒരാൾ പറയാണ് ഇന്ന് നല്ലൊരു ദിവസമാണ്. അപ്പോൾ വേറൊരാൾ പറയണം ഇന്ന് വെറും പ്രശ്നം തന്നെയായിരിക്കും. ഒരാൾ പറഞ്ഞു. വേറൊരാൾ പറയണം എനിക്ക് പഠിച്ചാൽ നടക്കും. വേറൊരാൾ പറഞ്ഞു എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കൂല. വേറൊരാൾ പറഞ്ഞു എന്നെ കൊണ്ട് വളരാൻ സാധിക്കും, അല്ലെങ്കിൽ എൻ്റെ ജീവിതം എപ്പോഴും ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെ പല ടൈപ്പിൽ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുടെ ഉള്ളിൽ ഓരോ തരത്തിലുള്ള ചിന്തകൾ, അല്ലെ ഒന്നിലധികം ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അറിയുന്നില്ല, ഈ ചിന്തകളാണ് നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ല. ഈ നടക്കുന്ന ടോക്ക് ഉണ്ടല്ലോ ഉള്ളിൽ നടക്കുന്നത്, അതാണ് നിങ്ങളുടെ ജീവിതം തീരുമാനിക്കാൻ പോകുന്നത്. പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു പാറ്റേൺ ആയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുകയാണ്. ഈ ചിന്തകളൊക്കെ ഒരു പാറ്റേൺ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. അപ്പം നിങ്ങളുടെ ഇമോഷൻസിന്, നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ ഇതിനനുസരിച്ചിട്ടാണ് വരിക. ഈ ചിന്തകൾ ഉള്ളിൽ നടക്കുന്ന കോൺവെർസേഷൻ ഉണ്ടല്ലോ, അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഇമോഷൻസ് വരിക, നിങ്ങളുടെ ഡിസിഷൻസ് വരിക, നിങ്ങളുടെ ആക്ഷൻസ് വരിക. ഇത് മുഴുവൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ സെൽഫ് ടോക്കിലാണ് കാര്യം മുഴുവൻ കിടക്കുന്നത്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട കാര്യം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ചിന്തകൾ മനസ്സിൽ വരുന്ന ചെറിയ വാക്കുകളായിട്ടല്ല നമ്മൾ അതിനെ കാണേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് സത്യത്തിൽ. ആ നിർദ്ദേശങ്ങളനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നടക്കുന്ന സെൽഫ് ടോക്കുകൾ ചെറിയ ചെറിയ വാക്കുകൾ, എന്നെ കൊണ്ട് സാധിക്കില്ല, ഒരു ചെറിയ 3 വാക്കല്ലേ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഈ നമുക്ക് വലിയ വീട് തുറക്കാൻ ചെറിയൊരു താക്കോല് മതി എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ജീവിതത്തിനുള്ള ഡയറക്ഷൻ കൊടുക്കുന്നത് ഈ വാക്കുകളാണ്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ വാക്കുകളാണ്. ഈ വാക്കുകൾ നമ്മൾ മാറ്റിയാൽ നമ്മുടെ ലൈഫ് മാറും. അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ ചിന്തയൊന്നും നമ്മൾ ബോധപൂർവം ചിന്തിക്കുന്നൊന്നുമല്ല. ഞാൻ ഇന്നത് ചിന്തിക്കണം എന്ന് വിചാരിച്ച് ചിന്തിക്കുന്നതൊന്നുമല്ല. നമ്മൾ അറിയാതെ നടക്കുന്നതാണ് ഈ ചിന്തകൾ. ഞാൻ ഇന്ന ചിന്തിക്കണം എന്ന് വിചാരിച്ചാൽ ആരെയും ചിന്തിക്കാം, ഞാൻ ഇന്ന ചിന്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണോ ചിന്തകൾ വരുന്നത്? നിങ്ങളുടെ പെർമിഷൻ ചോദിച്ചിട്ടൊന്നുമല്ല, അതങ്ങോട്ട് വരും. ആ ചിന്തകൾ വരും. അതെങ്ങനെയാണ് വരുന്നത്? അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്? നമ്മുടെ പഴയ അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പഴയ അനുഭവങ്ങൾ, നമ്മുടെ ഫാമിലിയിലുള്ള കണ്ടീഷനിങ്. കുറേ തോൽവികളുണ്ട്, പലതും ശ്രമിച്ചു നടന്നില്ല, പലതും ഞാൻ നേടാൻ നോക്കി നടന്നില്ല. അതൊക്കെ ഇത് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് നമ്മൾ എടുക്കുക. പിന്നെ സമൂഹത്തിനെ പറ്റി നമ്മൾ ഭയങ്കര അവെയർ ആയിരിക്കും. ഞാൻ എന്തില്ല, മറ്റവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും എന്നുള്ള, ആൾക്കാരെന്ത് ചിന്തിക്കും എന്നുള്ളൊരു ചിന്ത പലരുടെ ഉള്ളിലുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി കമ്പാരിസൺ വല്ലാണ്ട് കൂടി. അപ്പം നമ്മൾ പക്ഷെ എന്താണ്, ഇതൊക്കെ അനുസരിച്ചിട്ടുള്ള ചിന്തകളാണ് നമ്മളിൽ വന്നുകൊണ്ടിരിക്കുക. ഇതിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ചിന്തകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ, ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു സാധനം മേടിക്കാൻ പോയി, ഒരു പുതിയൊരു സോപ്പ് ഇറങ്ങി, നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ അത് തൊടുവില്ല, ആ ബാധിക്ക് പോവില്ല. നേരെ മറിച്ച് നമ്മൾ ടി വിയിൽ ഒരു പരസ്യം കാണുകയാണ്, പുതിയൊരു സോപ്പ് ഇറങ്ങി, വിവൽ എന്ന് പറഞ്ഞ സോപ്പ് ഇപ്പോൾ അടുത്ത് ഇറങ്ങി, വിവൽ പുതിയ സോപ്പ് ഇറങ്ങി. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഷോപ്പിൽ മുമ്പ് വിവലിന് എടുത്തോ എന്ന് പറയും. കാര്യം നമുക്ക് എന്തൊരു പരിചയമുള്ള മാതിരിയാണ്. കാരണം വീണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ എന്താ, വെറുതെ പരസ്യം കാണാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, നമ്മൾ ഉപയോഗിച്ചിട്ടൊന്നുമില്ല, ഒരു പരിചയമില്ല, എന്നിട്ടും നമ്മളത് വാങ്ങും. ഇതാണ് നമ്മുടേത്. ഇതുപോലെയാണ് നമ്മുടെ ചിന്തകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ, നമ്മുടെ പഴയ അനുഭവങ്ങൾ, ഫാമിലി കണ്ടീഷനിങ്, നമ്മുടെ തോൽവികൾ, പേടി, സമൂഹം, കമ്പാരിസൺ, ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടാണ്. ഇതിനൊക്കെ അനുസരിച്ചുള്ള ചിന്തകളായിരിക്കും നമുക്ക് വരിക. ഇപ്പം നമ്മൾ മലയാളത്തിൽ പണ്ട് പറയില്ലേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. എന്തുകൊണ്ട് പേടിക്കുന്നു? ചൂടുവെള്ളത്തിൽ വീണുകൊണ്ട്. ചൂടുവെള്ളത്തിൽ വീണപ്പോൾ പൊള്ളി. അപ്പോൾ ഇത് പച്ചവെള്ളമാണ് ചൂടുവെള്ളമാണെന്ന് നോക്കാണ്ട് ഇനി ഒരു വെള്ളത്തിലും മൂപ്പര് കൈയിടൂല, ഉറപ്പാണ്. അനുഭവമാണ്. അതേമാതിരി അനുഭവങ്ങളുള്ളവർ അങ്ങനെയാണ്. നമ്മുടെ അതിനനുസരിച്ചേ നമ്മൾ ചിന്തിക്കുള്ളൂ. ഇത് നമ്മൾ പ്രത്യേകം നോക്കണം. ഇത് ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ്. ആരും ബോധപൂർവം ചിന്തിക്കുന്നതല്ല. എനിക്ക് കഴിവില്ല എന്ന് ചിന്തിക്കണം എന്ന് വിചാരിച്ചാലും ചിന്തിക്കുന്നതൊന്നുമല്ല.
ഇതിൻ്റെ കാരണം മറ്റു പലതുമാണ്. അവിടെയാണ് നമുക്ക് മൈൻഡ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. നമുക്ക് ഈ ഈ പാറ്റേൺ നമുക്ക് ബ്രേക്ക് ചെയ്യണം. അത് നമുക്ക് ട്രെയിനിങ് കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ അൺട്രെയിൻഡ് ആയിട്ടുള്ള മൈൻഡ് എന്ന് വിചാരിക്കുക, നമ്മൾ ഒന്നും ട്രെയിനിങ് ഒന്നും ചെയ്യില്ല, എക്സസൈസ് ഒന്നും ചെയ്യാത്ത ബോഡി എന്ന് വിചാരിക്കുക, ഒന്നും ചെയ്യാണ്ടിരിക്കണം, എന്താ സംഭവിക്കുക? നിങ്ങളുടെ ബോഡിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾ പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ളതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പുതിയ പുതിയ അസുഖങ്ങളും പുതിയതും വരിക എന്നല്ലാതെ ശരീരത്തിന് മസിൽസിനൊന്നും നമ്മളൊരു പ്രവൃത്തിയും കൊടുക്കുക, അതൊന്നും ദൃഢമാവാനൊന്നും പോകുന്നില്ല. അതേപോലെ നിങ്ങൾ മനസ്സിനെ ട്രെയിൻ ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യും. നേരെ മറിച്ച് നിങ്ങൾ ഈ അൺപാറ്റേൺ, അതായത് എന്ത് വരുന്ന ചിന്തകൾ അതിങ്ങനെ സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇപ്പം എങ്ങനെയാണോ അതുപോലെ തന്നെ പോവുള്ളൂ. ഒരു മാറ്റം വരില്ല. മാറ്റം വരണമെങ്കിൽ നിങ്ങൾ ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യണം. അവിടെയാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത്. അതിനാണ് മൈൻഡ് ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഞങ്ങൾ MM30 ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ പാറ്റേൺസ് എങ്ങനെ ബ്രേക്ക് ചെയ്യുക, ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എങ്ങനെ അലൈൻ ചെയ്യാം. ലക്ഷ്യത്തിലേക്ക് നമ്മൾ അലൈൻഡ് ആയിരിക്കണം. വെറുതെ ലക്ഷ്യം എഴുതി വെച്ചുകൊണ്ടൊന്നും ആയില്ല. നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് അലൈൻഡ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. ഇനി നമുക്ക് ചിന്ത എങ്ങനെയാണ് റിസൾട്ട് ആയിട്ട് മാറുക നോക്കാം. ഇതാണ് ഇതിൻ്റെ കോറ് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നതാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ കോറ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാരണം ഈ പോയിന്റിലാണ് നിങ്ങൾ ഇന്ന് 1 മണിക്കൂർ നിങ്ങൾ ചെലവഴിക്കുന്ന കിട്ടാൻ പോകുന്ന പോയിന്റ് ഇതാണ് കേട്ടോ. അതായത് ചിന്തകൾ എങ്ങനെയാണ് റിസൾട്ടായിട്ട് മാറുന്നത്, ഇതാണ് അതിൻ്റെ കാര്യം.